ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം SITക്ക് മുന്നിലുണ്ടായിരുന്ന പ്രധാന ചോദ്യം ഇതായിരുന്നു: കൊള്ള ചെയ്ത സ്വർണം എത്ര? ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ പാളികളിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്ത സ്മാർട്ട് ക്രിയേഷൻ ഉടമയുടെ മൊഴി പ്രകാരമാണ് ഇതേവരെ അന്വേഷണം മുന്നോട്ട് പോയത്. 900-നും 950-നും ഇടയിൽ ഗ്രാം വേർതിരിച്ചു എടുത്തുവെന്നായിരുന്നു മൊഴി. തട്ടിയെടുത്ത സ്വർണം വിറ്റ ബെല്ലാരിയിലെ ഗോവർദ്ധനിൽ നിന്നും 400 ഗ്രാം സ്വർണം SIT പിടിച്ചെടുത്തിരുന്നു. എന്നാലും കോടതിയിൽ സമർപ്പിക്കാനുള്ള കൃത്യത സ്വർണത്തിന്റെ കണക്കിൽ SITക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കളവ് പോയ സ്വർണം എത്രയെന്ന് കണ്ടെത്തുക, ചെമ്പുപാളികൾ കടത്തിക്കൊണ്ടുപോയതിനു ശേഷം പുതിയവ വച്ചോ എന്നറിയുക, ഇതായിരുന്നു VSSൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയുടെ SIT ലക്ഷ്യമിട്ടത്. കൊള്ള ചെയ്യപ്പെട്ട സ്വർണത്തിന്റെ അളവിൽ ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ നിന്നും ഒരു നിഗമനത്തിൽ SIT എത്തുന്നു. 1 കിലോ 700 ഗ്രാം സ്വർണം കവർച്ച ചെയ്തു. UB ഗ്രൂപ്പ് സ്വർണം പൊതിയുകയാണ് ചെയ്തത്. ഈ സ്വർണ്ണപ്പാളികളിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്ത ശേഷം ഇലക്ട്രോ പ്ലേറ്റിങ്ങിലൂടെ സ്വർണം പൂശുകയാണ് പോറ്റിയും സംഘവും ചെയ്തത്. പുറത്തു കൊണ്ടുപോകാത്ത പാളിയിൽ നിന്നും നിശ്ചിത അളവിൽ സ്വർണ്ണ സാമ്പിൾ പരിശോധനാ സംഘം വെട്ടിയെടുത്തു. പുറത്തു കൊണ്ടുപോയ പാളികളിൽ നിന്നും അതേ അളവിൽ സ്വർണം വെട്ടിയെടുത്ത് സ്വർണത്തിന്റെ അളവിൽ താരതമ്യം നടത്തി സ്വർണത്തിന്റെ കുറവ് നിർണയിച്ചു. ഇതുവഴി പുറത്തേക്ക് കൊണ്ടുപോയ പാളികളിൽ നിന്നും എത്രത്തോളം സ്വർണം മോഷണം പോയെന്ന് ശാസ്ത്രീയമായി കണ്ടെത്തുകയായിരുന്നു VSSലെ വിദഗ്ധർ. ഇതിനായി ശാസ്ത്രീയമായ മാർഗങ്ങളും സ്വീകരിച്ചു. ചെമ്പുപാളികൾ കടത്തിയിട്ടില്ല എന്നാണ് വീണ്ടുമുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലമെങ്കിൽ 2 കേസുകളിൽ കുറ്റപത്രത്തിലേക്ക് പോകാം. ഇല്ലെങ്കിൽ പാളികൾ എവിടേക്ക് കടത്തി എന്നതിലേക്കുള്ള അന്വേഷണം നീളും.